CPIM പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ പ്രതി ചേർത്ത കുറ്റപത്രം കോടതിയിലെത്തിയിരിക്കുന്നത്. CPIM ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും, അത് പ്രധാനപ്പെട്ടതുമാണ്. ആർ ശ്രീജിത്ത് മധുരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു വലിയ രാഷ്ട്രീയ ബോംബ് വന്ന് വീഴുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷം. ഒരു നിമിഷം പോലും ഇനി ആ സ്ഥാനത്ത് തുടരാൻ മുഖ്യമന്ത്രിക്ക് അർഹതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മകളിലൂടെ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ആരോപണത്തിന്റെ മുന കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രതിരോധം CPIM എങ്ങനെ എത്രത്തോളം സാധ്യമാകും? ശ്രീ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ CPIM 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗവും രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരെ ഉള്ള കേസിൽ നിർണായകമായൊരു ഇടപെടൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ ലോജിക്കും കരിമണൽ കമ്പനിയായ CMRൽ തമ്മിൽ നടന്ന ഇടപാടുകളാണ് മാസപ്പടി ആരോപണവുമായി പുറത്തു വന്നത്. അക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് നീങ്ങാൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അനുമതി നൽകിയത് കേരളത്തിലെ CPIMനും മുഖ്യമന്ത്രിക്കും ഒരു തിരിച്ചടിയായാണ്. ഇപ്പോഴും തന്നെ പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യം ഉയർത്തിക്കഴിഞ്ഞു. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ ഇതുവരെയും CPIMന്റെ സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ ഒരു പ്രതികരണവും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പാർട്ടി കോൺഗ്രസിൻ്റെ 2ാം ദിവസത്തെ ചർച്ചകൾ കഴിഞ്ഞപ്പോൾ പ്രതിനിധികൾ പുറത്തേക്ക് വരികയാണ്. LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് വന്നെങ്കിലും അവരാരും പ്രതികരിച്ചിട്ടില്ല. സംഭവത്തെപ്പറ്റി പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് CPIMന്റെ നേതാക്കൾ ഇതുവരെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രതികരണം പ്രതീക്ഷിക്കുന്നു, ദേശീയ നേതൃത്വത്തിൻ്റെയും പ്രതികരണം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇതുവരെയും അത്തരമൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. റിജിത്ത്, ഈ വിവാദത്തിൻ്റെ ഈ മാസപ്പടി വിവാദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് മന്ത്രിമാരൊന്നാകെ നേതാക്കളൊന്നാകെ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിരോധം തീർത്ത് രംഗത്തിറങ്ങുന്നതും പ്രതികരണങ്ങൾ നടത്തുന്നതുമൊക്കെ. ഈ പശ്ചാത്തലത്തിൽ സമാന സ്വഭാവത്തിലുള്ളൊരു പ്രതികരണവും പ്രതിരോധവും പാർട്ടിയിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ശ്രീ റിജിത്ത്, സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഉയർന്ന ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച ആക്ഷേപത്തിൽ പാർട്ടി ഒരു മറുപടി പറയേണ്ടി വരും, പാർട്ടി അക്കാര്യത്തിൽ പ്രതികരണം നടത്തേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത്ര കണ്ട് കേരളത്തിലെ പാർട്ടിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നേരത്തെ ആദായനികുതി വകുപ്പിൻ്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിൻ്റെ തീർപ്പിലൂടെയാണ് ഈ CMRലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ആദ്യം പുറത്തു വരുന്നത്. സേവനം വിട്ടു നൽകാതെ എക്സാലോജിക്കിൻ്റെ ഉടമസ്ഥയായ ഈ വീണ വിജയന് 1.72 കോടി രൂപ CMR കമ്പനി നൽകിയെന്നാണ് ആദായനികുതി വകുപ്പിൻ്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിൻ്റെ തീർപ്പിലൂടെ പുറത്തു വന്ന വിവരം. അന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ അപ്രതീക്ഷിതമായി ഈ കാര്യത്തിൽ പ്രതികരണം നടത്തി. ആ പ്രതികരണം ഇതായിരുന്നു. അതായത് രണ്ട് കമ്പനികൾ തമ്മിൽ നിയമാനുസൃതം നടന്ന ഇടപാട്, ആ ഇടപാടിൽ പാർട്ടിക്ക് ബന്ധമില്ല, പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല. അത് രണ്ട് കമ്പനികൾ തമ്മിൽ നിയമാനുസൃതം നടന്ന ഇടപാട് മാത്രമാണ് എന്നായിരുന്നു പറഞ്ഞത്. ആ ഇടപാടിനെ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണമായി തിരിച്ചുവിടുന്നത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമാണ്, രാഷ്ട്രീയ വൈരത്തിൻ്റെ ഭാഗമാണ് എന്നാണ് CPIM ചൂണ്ടിക്കാണിച്ചത്. സമാനമായൊരു പ്രതികരണം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. അതിനുള്ള സാവകാശം ഒരുപക്ഷെ നേതൃത്വം എടുക്കുകയായിരിക്കും. നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അത്തരം കൂടിയാലോചനകൾ പാർട്ടിക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന തമുക്കം കൺവെൻഷൻ സെൻ്ററിലുണ്ട്. അവരുടെ പ്രതികരണം പ്രതീക്ഷിച്ചാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്.